വെൽക്കം ബാക്ക് ട്രേഡേഴ്സ്. ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തിട്ടുള്ളത് നിഫ്റ്റിയിലാണ്. നമ്മൾ നിഫ്റ്റിയിൽ 2 കോൾ ഓപ്ഷനാണ് ഷോർട്ട് ചെയ്തിട്ടുള്ളത്. 100 ആൻഡ് 150 ക്വാണ്ടിറ്റി ഈച്ച്. 17650 CE, 150 അറൗണ്ട് 5 പ്രീമിയത്തിലാണ് ഷോർട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് 17600 CE നമ്മൾ ഷോർട്ട് ചെയ്ത അറൗണ്ട് 12 പ്രീമിയത്തിലാണ്. നമ്മൾ ഈ ട്രേഡ് എടുത്തിട്ടുള്ളത് അറൗണ്ട് 950 ടൈമിലാണ്. ഈ ഒരു ടൈമിൽ മാർക്കറ്റ് ഒരു ഡൗൺ മൂവ് ആണ് അല്ലെങ്കിൽ കൺസോളിഡേഷനാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഞാൻ ചാർട്ടിൽ മാർക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇന്നലെ മാർക്ക് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഇതിലുള്ളത്. സെൽ ബിലോ എന്ന് എഴുതിയ പോയിൻ്റ് നിഫ്റ്റി ക്രോസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. നല്ലൊരു റെഡ് ക്യാൻഡിൽ വന്ന് ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ ഒന്നുകിൽ സൈഡ് വൈസ് അല്ലെങ്കിൽ ഡൗൺ മൂവ് എന്നുള്ളതാണ്. എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ സെൽ ചെയ്ത് നമ്മളൊരു അയൺ കോണ്ടോറാണ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. എക്സ്പയറി നോർമലി ഒരു സൈഡ് വൈസ് മാർക്കറ്റ് അല്ലെ കുറച്ച് വോളറ്റൈലായിട്ട് 2 സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മളൊരു ഔട്ട് ഓഫ് ദ മണി കോളാണ് ഇപ്പം സെല്ല് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ വരച്ചു വെച്ചുള്ള ഷിഫ്റ്റ് എന്നുള്ള പാർട്ട് കഴിയുന്ന സമയത്ത് നമ്മൾ ഈ കോൾ ഓപ്ഷൻ മാത്രമാണ് ഇപ്പോൾ സെല്ല് ചെയ്തിട്ടുള്ളത്. പുട്ട് ഓപ്ഷൻ കൂടെ സെല്ല് ചെയ്യും. അതിൻ്റെ ബാസ്ക്കറ്റ് ഞാൻ ഓൾറെഡി ലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുമ്പ് ഞാൻ പ്രീമിയം ചാർട്ടിൽ ബ്രോക്കറിൻ്റെ ടെർമിനലിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രേഡിംഗ് പ്ലാൻ. ഇപ്പം നമ്മളൊരു ഡൗൺ സൈഡ് മൂവ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഫർദർ അപ്സൈഡ് മൂവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഡയറക്ഷണലാണ് പോകുന്നത്. ഡയറക്ഷണൽ കറക്റ്റ് ആവുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ പുട്ട് സൈഡ് ആകേണ്ടിയുള്ളൂ. നമ്മൾ ഡയറക്ഷൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഡൗൺ സൈഡ് മൂവ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എഗെയിൻസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പുട്ട് പെട്ടെന്ന് തന്നെ ആഡ് ചെയ്യും. നമ്മുടെ ഈ കോൾസിനെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുട്ട് പെട്ടെന്ന് ചെന്ന് ആഡ് ചെയ്യും. അവർ എക്സ്പെക്റ്റേഷൻ ടുഡേ സെൽ ബിലോ എന്ന് എഴുതിയ റേഞ്ചിൻ്റെ താഴെയാണ് നമ്മൾ സെല്ലിങ് ഇനിഷ്യേറ്റ് ചെയ്തത്. സെല്ല് ചെയ്തതെന്ന് പറഞ്ഞാൽ കോൾ സെല്ല് ചെയ്തതാണ്. അപ്പം നമ്മുടെ ഐഡിയ ഈസ് ഇഫ് മാർക്കറ്റ് ഗോസ് ബിലോ ഈ ഒരു റേഞ്ച്, അപ്പോൾ നമ്മൾ കോൾസ് നമുക്ക് പ്രോഫിറ്റ് തരും. പിന്നെ ഒരു സർട്ടൺ പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ പുട്ടും സെല്ലും എക്സ്പയറി ആയതുകൊണ്ട് ഓൾ ഔട്ട് ഓഫ് ദ മണി കോൾസ് പുട്ട് 0 ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാം. നമ്മൾ മോർണിംഗ് എക്സ്പെക്റ്റ് ചെയ്ത റേഞ്ച് ഇതാണ്. ഈ ഒരു റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ഔട്ട് തന്നുകൊണ്ടാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ഔട്ട് വന്നു. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കോൺഫിഡൻ്റ് ആണ് ഈ കോൾസ് ഡൗൺ സൈഡ് അല്ലെങ്കിൽ സൈഡ് വൈസ് മൂവ് ആയിരിക്കും എന്നുള്ളത്. ആസ് യു ക്യാൻ സീ നമ്മുടെ ട്രേഡിൽ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമ്മുടെ എക്സ്പെക്റ്റേഷന് എഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് ആഫ്റ്റർ ദ മോണിറ്ററി പോളിസി നല്ലൊരു അപ്പ് മൂവ് തന്നു. സോ ഈ അപ്പ് മൂവ് നമ്മുടെ എഗെയിൻസ്റ്റ് വന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഷിഫ്റ്റ് ഏരിയ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഏരിയ ബ്രീച്ച് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ 17400 പുട്ട് സെല്ല് ചെയ്തു. ആൻഡ് സെയിം ടൈം 17600 CE സ്ക്വയർ ഓഫ് ചെയ്തു. സെയിം ടൈം തന്നെ സ്ക്വയർ ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് ബ്രേക്ക് ഈവനിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ 17650 CE അവിടെ തന്നെ വെച്ചു. കുറച്ചുകൂടെ സമയമുണ്ടല്ലോ, നല്ലൊരു ടൈം വരുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബട്ട് അത് എക്സിറ്റ് ചെയ്യുമ്പോഴേക്കും സമയം വൈകി. ആൻഡ് നമുക്ക് നല്ലൊരു കുറച്ചൊരു ലോസ്, ഒരു അറൗണ്ട് 5 പോയിൻ്റ് ലോസിൽ നമ്മളത് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇപ്പം പുട്ട് സൈഡിൽ മാത്രമേ എൻട്രി ഉള്ളൂ. നമുക്ക് കോൾ സൈഡിലും കൂടെ ഒരു എൻട്രി എടുക്കണം. നല്ലൊരു പോയിന്റിൽ നല്ലൊരു പ്രൈസിൽ കിട്ടുകയാണെങ്കിൽ അടുത്ത ഒരു കോൾ സൈഡ് എൻട്രി കൂടി എടുക്കും. നമ്മുടെ എക്സ്പെക്റ്റേഷന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് മാർക്കറ്റിൽ ഇപ്പം നടന്നിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ലോസിൽ പോവാതെ
പൊസിഷൻസ് നന്നായി മാനേജ് ചെയ്തു. നമ്മളെ കോൾ ഓപ്ഷൻസ് സെയിൽ ചെയ്ത കോൾ ഓപ്ഷൻസ് കംപ്ലീറ്റ്ലി റിസ്ക് ഓഫ് ചെയ്തിട്ട് നമ്മൾ പുട്ട് ഓപ്ഷൻസ് സെൽ ചെയ്തു. ഇനി ഒരു നല്ല ചാൻസ് കിട്ടുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒരു കോൾ ഓപ്ഷൻ ആഡ് ചെയ്യും. ഫാർ ഔട്ട് ഓഫ് ദ മണി കോൾ, സീറോയിലേക്ക് തന്നെ പോകാൻ സാധ്യതയുള്ളൊരു ഫാർ ഔട്ട് ഓഫ് ദ മണി കോൾ 17,700 കോൾ. ഇന്ന് 17,700 നിഫ്റ്റി ക്രോസ് ചെയ്യില്ല എന്നുള്ള കോൺഫിഡൻസോടെ നമ്മൾ ഒരു 17,700 കോളും കൂടെ അറ്റ് ദ പ്രൈസ് ഓഫ് 5 പ്രീമിയത്തിൽ നമ്മൾ സെൽ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ട്രേഡിനെ നമ്മൾ ലാസ്റ്റ് വരെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നല്ല പ്രോഫിറ്റ് 3,000 പ്ലസ് പ്രോഫിറ്റ് നമുക്ക് ഇതിൽ തന്നെ കിട്ടാൻ ഇനി ബാലൻസ് ഉണ്ട്. അറൗണ്ട് 7 പോയിൻറ്റ്സ് ബാലൻസ് ഇനി കിട്ടാനുണ്ട്. ഇത് എക്സ്പയറി ഡേ നോൺ ഡയറക്ഷണൽ ട്രേഡാണ് എടുക്കാറ്. നമുക്ക് ഡയറക്ഷണൽ പോകുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ എളുപ്പം നോൺ ഡയറക്ഷണലാണ് ഫോർ എക്സ്പയറി. നമ്മൾ ഫസ്റ്റ് എൻട്രി ചെയ്ത 2 കോളും നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആൻഡ് ന്യൂ കോൾ ആഡ് ചെയ്തിട്ടുള്ളത് 17,700 ആണ്. 17,700 അറൗണ്ട് 5 ആഡ് ചെയ്തിട്ടുള്ളത്. The plan here is exit above ഈ ലെവൽ മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽ, or else ഒരു ഈ സൈഡിൽ നമ്മൾ വീണ്ടും അടുത്ത നെക്സ്റ്റ് സ്ട്രൈക്ക് സെല്ല് ചെയ്യും. 17,500 സെല്ല് ചെയ്യും. ഇതാണ് ഇതിൻ്റെ പ്ലാൻ. ഈച്ച് ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ പ്ലാൻ ഓഫ് എക്സിക്യൂഷൻ അടുത്തത് എന്താണെന്നുള്ളത് 2 ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് നമ്മളെപ്പോഴും കണ്ടുവെക്കണം. സോ അറ്റ് ദ ടൈം മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് റിയാക്ട് ചെയ്യാൻ സമയമുണ്ടാവും. നമുക്കതിനനുസരിച്ച് റിയാക്ട് ചെയ്തിട്ട് നമ്മൾ പ്രോഫിറ്റ് സെക്യൂർഡായി വെക്കാൻ പറ്റും. ആൻഡ് ഫൈനലി അറ്റ് ദ എൻഡ് ഓഫ് എക്സ്പയറി നമുക്ക് നമ്മൾ ഫുൾ പ്രോഫിറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഫോർ എക്സ്പയറി വളരെ കൂടുതലാണ്. ഫൈനലി അവർ ട്രേഡ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇന്നത്തെ നമ്മുടെ പ്രോഫിറ്റ് അറൗണ്ട് 4,000 ആണ്. ഫൈനൽ എക്സ്പയറി ഫൈനൽ 15 മിനിറ്റ്സിന് ബാക്കിയുള്ളൂ. ഇനി നമ്മളിപ്പം ഹോൾഡ് ചെയ്തേക്കുന്ന പൊസിഷൻസിലും 0 ആയി കഴിയുന്ന സമയത്ത് 4K പ്രോഫിറ്റ് ഉണ്ടാവും. ലാസ്റ്റ് കുറച്ച് പെനി ആവറേജിങ് ട്രേഡ്സ് എടുത്ത് കുറച്ചുകൂടെ 1,000 അടുത്ത് റുപ്പീസ് എക്സ്ട്രാ കളക്ട് ചെയ്തിട്ടുണ്ട് ആവറേജിങ് ട്രേഡ്സ്. അതിന് മുമ്പ് നമ്മുടെ ഓൾറെഡി ഉള്ള പൊസിഷൻസ് തന്നെ ഓൾമോസ്റ്റ് 0 ആയ സമയത്ത് ഫൈനൽ ട്രേഡ്സ് കൂടെ എടുത്തു. സോ ദാറ്റ്സ് ഫോർ ദ വീക്ക്. താങ്ക് യു സോ മച്ച് ഗൈസ്. ബൈ ബൈ. ഹാപ്പി ട്രേഡിംഗ്.